പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷം കനക്കുന്നു. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ വടക്കൻ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ തിരിച്ചടി നൽകി. ഇരുപക്ഷവും ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് യമനിലെ ഹൂത്തികളും ആക്രമണം നടത്തി. ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾ തടയുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു. വെടിനിർത്തലിനും സമാധാന നീക്കങ്ങൾക്കും ഇടെയാണ് വീണ്ടും സംഘർഷമുണ്ടാകുന്നത്. ഇറാനും ഇസ്രായേലും ഉടൻ വെടിനിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. പി ജെയിംസ്, ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. സമാധാന ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം ശക്തമാകുന്നത്. അമൃത, അസിത, യഥാർത്ഥത്തിൽ 100 ദിവസം പിന്നിടുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം. 100ാം ദിവസം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യൻ സമയം കയറി ഇസ്രായേലിലേക്ക് വലിയ ആക്രമണം നടത്തിയത്. പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിലെ വ്യോമത്താവളം തന്നെ ആക്രമിച്ചു. പക്ഷെ അതിൻ്റെ വന്ന മിസൈലുകൾ തകർത്തിട്ടുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് പരിക്കുകൾ പറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഉടനെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി തിരിച്ചടിക്കാൻ പോകരുത്, ഇറാനെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇറാൻ പറഞ്ഞ ന്യായം പറഞ്ഞിരുന്നതാണ് ഈ ബെയ്റൂട്ടിൽ കയറി ലെബനോന്റെ തലസ്ഥാനത്ത് കയറി ആക്രമിച്ചാൽ ഞങ്ങൾ അടിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇറാൻ അടിച്ചത്, അതുകൊണ്ട് തിരിച്ചടിക്കാൻ പോകണ്ട. പക്ഷേ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് കേൾക്കാൻ തയ്യാറായില്ല. ഇസ്രായേല് ഇറാന്റെ 3 നഗരങ്ങളിൽ സബേബ്സിലാണ് പ്രധാനമായിട്ട് കയറി അടിച്ചു. തബ്രീസിലെ ഇസഫഹാൻ, അതുപോലെ തലസ്ഥാനമായ ടെഹ്റാൻ, 3ഇടത്തും വലിയ രീതിയിൽ അവരുടെ ആയുധ കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടന്നതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. എന്നാലും പരസ്പരം ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ 2ാം തവണ സെക്കൻഡ് വേവ് ഓഫ് അറ്റാക്ക് ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുണ്ട്. അതിന് ഇടയിലാണ് യമനിൽ നിന്ന് ഹൂതികൾ, ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തിരിക്കുന്നു. ഹെസ്ബുള്ള തൊടുക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈന്യം ലെബനോനിലും തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ യുദ്ധം വ്യാപിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്നൊരു വാർത്തകളിലൊന്ന് ഇന്ത്യ ഇടപെട്ട് ഉടൻ തന്നെ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ അവിടുത്തെ ഒമാൻ കോസ്റ്റിനടുത്ത് വെച്ച് ഇന്ത്യയുടെ ഒരു കപ്പലിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. അതിൽ 24 ഇന്ത്യക്കാരുണ്ട്. അത് കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവര് വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് സഹായം വേണമെന്ന് സിഗ്നൽ കൊടുത്തിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ കൂടി ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ഈ സംഭവവാസങ്ങളെ തുടർന്ന് എണ്ണവില കുതിച്ചു കയറുന്നുവെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ 85ന്റെ അടുക്കൊക്കെ എത്തിയതാണ്. ഇപ്പോൾ ബാരലിന് $94-95 ബാരലിന്റെ വില, എണ്ണയുടെ വില കുതിക്കുന്നു. അത് $100. നേരത്തെ യുദ്ധമുണ്ടായ സമയത്ത് പോലെ എണ്ണയുടെ വില കൂടാനുള്ള സാധ്യതയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്തായാലും സ്വർണത്തിന്റെയും ഒക്കെ വിലയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ തരത്തിൽ ലോകമെമ്പാടും ആശങ്ക പരത്തുകയാണെന്ന് മാത്രമല്ല, കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ കയറി ആക്രമിച്ചിരുന്നു. ഇത് UAE, സൗദി അറേബ്യ, അതുപോലെ തന്നെ ഒമാൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുമെന്നുള്ള ഭീതിയുണ്ട്. എന്തായാലും ഇറാൻ ഇനി അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾ ഭീഷണി മുഴക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നതാണ്. ഈ തരത്തിലേക്ക് പോയാൽ യുദ്ധം കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിലാണ് ഇത്രയും വലിയ സംഘർഷങ്ങൾ നടക്കുമ്പോഴാണ് ചൈനയിൽ 7 വർഷത്തിന് ശേഷം വടക്കൻ കൊറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ സന്ദർശനം നടത്തുന്നത്. അവർ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ ഇറാൻ പശ്ചിമേഷ്യൻ സംഘർഷമാണ്. പ്രത്യേകിച്ച് പുതിയ മിസൈലുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ടാണ് കിം ജോങ് ഉൻ ചൈനയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫിലിപ്പീൻസിലെ ഈ ദുരന്തങ്ങൾക്കൊക്കെ നടുവിൽ ഇറാനിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. അമൃത, അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.